സാറിന് ഇപ്പം ഞാൻ ആദ്യം കാണുന്നത് ഫാക്ടറിക്കകത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം. അവിടെ വരുമ്പോൾ സാറിന്റെ ഓഫീസ് എൻവയറമെന്റ് ഇപ്പം ആക്കിയിട്ടുള്ളൂ. ഇപ്പൊ ഇത് പുതിയ ഓഫീസാണ് അല്ലേ? അല്ല, നമ്മളൊരു എക്സ്പെൻസ് കുറഞ്ഞ് പോകുന്ന ഒരു ശീലമുള്ള ആളാണ്. അതാണ് അതിൻ്റെ അകത്ത് വലിയ ഓഫീസുകളോ വലിയ കാര്യങ്ങളോ ചെയ്യില്ല. നമ്മൾ വന്ന കസ്റ്റമറെ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ആക്കണം. അതിനാകെ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിട്ടുള്ള ഡീല് നടത്തിയത് അവർ തൃപ്തിയായിട്ട് പോകണം. തൃപ്തിയായിട്ട് പോകണമെങ്കിൽ അവർക്ക് ആകെ വേണ്ടത് അവർക്ക് ആ കൊടുക്കുന്നതിൻ്റെ പണം കിട്ടണം ഇമ്മീഡിയറ്റ്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവണം. നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എക്സ്പെൻസ് കുറച്ചിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് കണ്ടെത്തിയിരിക്കണം. ഇനി ഫണ്ട് കണ്ടെത്തിയാൽ തന്നെ അത് എക്സ്പെൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. റോ മെറ്റീരിയൽ മേടിക്കുന്നിടത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ തൃപ്തിയാവില്ല. അവർ തൃപ്തിയാക്കാനുള്ള ഏറ്റവും ഒരു മാർഗം നമ്മൾ അവർക്ക് ആ പർച്ചേസിൽ നമ്മൾ കൃത്യമായി പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത് ചോദിക്കാനുള്ളൊരു അവസരം കൊടുക്കാണ്ടിരിക്കുക. നമ്മളവിടെ നമ്മളായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ പൊതുവെ പറയുന്ന കാര്യമുണ്ട്, ഒരു കാര്യം ഒരു പ്രാവശ്യം ചെയ്യാവുന്ന എന്ന് പറഞ്ഞ മാതിരി ഒരിക്കൽ ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്താൽ ചീട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് നടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ സിസ്റ്റം കറക്റ്റായിട്ട് 2-ാം ദിവസം അല്ലെങ്കിൽ 3-ാം ദിവസം പേയ്മെൻറ്റ് പോകണം. നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളുടെ പേയ്മെൻറ്റ് പെൻഡിങ് വെച്ചിട്ടുള്ള പരിപാടി ചെയ്യാൻ പാടില്ല. ഇന്നവരെ ഇത്ര വർഷങ്ങളായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെയോ അല്ലെങ്കിൽ ഞങ്ങൾ ഡീൽ ചെയ്യുന്ന പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരോ ആരുടെ ഒന്നും പേയ്മെൻറ്റുകൾ പെൻഡിങ്ങില്ല. അതേപോലെ തന്നെ നമ്മൾ വാങ്ങുന്നിടത്തും റെഡി ക്യാഷിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നിടത്തും നമ്മൾ റെഡി ക്യാഷ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അനുസാറിൻ്റെ ഒരു പ്രത്യേക പോയിന്റാണ് പറഞ്ഞിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി സംരംഭകർക്ക് പറ്റിയ പോയിന്റുകളാണ് പറയുന്നത്. അതായത് നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളുടെ പണം നമ്മുടെ കയ്യിൽ വെച്ച് കളിക്കരുത്, കൊടുക്കണം അല്ലേ? അതെ. മറ്റൊരു കാര്യം ചോദിക്കട്ടെ സാർ, ഈ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാർ എന്തൊക്കെയാണ് ചെയ്യണം എന്ന് പറയാമോ? ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാല്യൂ അഡീഷൻ നടത്താം, ബൈ പ്രൊഡക്റ്റ് യൂട്ടിലൈസേഷൻ നടത്താം, പിന്നെ നമുക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ മാക്സിമം കുറയ്ക്കാം. ഇതൊക്കെയാണ് ഇങ്ങനെ മെത്തേഡുകൾ. ഇൻഫ്രാസ്ട്രക്ചറിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ മിനിമം ചെയ്തിട്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളിലും നമ്മൾ എനിക്കറിയാം സാർ, ഇലക്ട്രിസിറ്റി ഒക്കെ നമ്മൾക്ക് നമ്മൾ നിലവിൽ നമ്മൾക്ക് ഹസ്ക് നമ്മുടെ ബൈ പ്രൊഡക്റ്റാണ്. ഈ ഹസ്ക് സാധാരണ ഉമ്മി, ഈ ഉമ്മി നെല്ല് അരിയാക്കണം. ഈ പ്രക്രിയയിൽ ഇതിൻ്റെ അരിയുടെ മീതെ ഉള്ളതാണ് ഈ ഉമ്മി. അപ്പോൾ ഈ ഉമ്മി സാധാരണ എല്ലാ പ്ലാന്റുകളിലും സ്റ്റീം ആവശ്യമുണ്ട്. അത് ബോയിലറിൽ സ്റ്റീമിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണ 10 kg പ്രഷറാണ് ഇവിടെ ബോയിലറുകൾ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ നമ്മളൊരു ഹൈ പ്രഷർ ബോയിലർ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ ആ പ്രഷർ നമ്മൾക്ക് റിക്കവർ ചെയ്താൽ ടർബൈൻ കൂടി കടത്തി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ജനറേഷൻ എടുക്കാൻ പറ്റും. ഈ എടുക്കുന്ന പവർ ജനറേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ബാക്ക് പ്രഷർ അത് നമ്മൾ ഉപയോഗിച്ച് വെച്ചാൽ മതി നമുക്ക് പ്ലാന്റിൽ 1 kg 1.5 kg പ്രഷർ മതി. അതേസമയം നമ്മൾ 10 kg ബോയിലറാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ നമ്മളൊരു 44 kg പ്രഷറിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടർബൈൻ കൂടി കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ഈ 1 kg കഴിഞ്ഞിട്ടുള്ള ആ പ്രഷർ നമ്മൾക്ക് പവറായിട്ട് കിട്ടും. ഇതാണ് അവിടെ ഒരു സേവിങ്സ്. ഇതൊരു നഷ്ടപ്പെട്ടു പോകുന്ന ഒരു 9 kg പ്രഷർ നമ്മൾക്ക് പവറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു വാല്യൂ അഡീഷൻ. ഇതൊരു സംരംഭകന്റെ ചിന്തയുടെ രീതിയാണ് ഞാൻ കഴിക്കുന്നത്. അരിയുടെ ആള് പോയിട്ട് ഇപ്പം എനിക്ക് ഇലക്ട്രിസിറ്റിയുടെ പേരും അല്ലെങ്കിൽ എത്ര വാട്ട്സ് എത്ര പവർ എന്നൊന്നും എനിക്കറിയാത്ത ആളാണ് ഞാൻ. പക്ഷെ അതിന്റെ ഡെപ്തിലേക്ക് പോകുന്നത് എവിടെ എങ്ങനെ ഓപ്പറേഷൻ കോസ്റ്റ് 1 രൂപ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് ഓർമ്മ വരുന്നത് സാറിനെ ഞാൻ കാണാൻ വന്നപ്പോൾ സാർ ഒരു ഹീറോ ഹോണ്ടയിൽ എല്ലാ ഫാക്ടറിയിലും പോകുന്നതാണ് കിടന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ വലിയ വലിയ കാറുകളും കിടക്കുന്നുണ്ട്, ഷോപ്പിൽ ഫാക്ടറിക്കകത്ത് വരുമ്പോൾ ഹീറോ ഹോട്ടലിൽ നടക്കുന്നുണ്ട്. അതും ഓപ്പറേഷൻ കോസ്റ്റിന്റെ ഭാഗം തന്നെയാണോ? അല്ല, അത് സംശയമില്ല. കാരണം നമുക്ക് ഇന്ന് ആരൊക്കെ എന്ത് കേൾപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു തൃപ്തി നമുക്കുണ്ടാവും, അതുപോലെ അവർക്കും ഒരു തൃപ്തി ഉണ്ടാവും. അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓഫീസിൽ അവരെ വിളിച്ചു വരുത്തി സംസാരിച്ചാൽ നമ്മുടെ കാശ് പോകണം, അവരുടെ കാശ് പോണില്ല. അപ്പോൾ നമ്മൾ നേരെ അതിലൊരു കറക്കം കറിഞ്ഞാൽ ഇമ്മീഡിയറ്റ് കഴിക്കും. ഇനി എന്തെങ്കിലും നമ്മളെ അറിയിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നമുക്ക് കിട്ടും. ക്വിക്ക് ഡിസിഷൻ എപ്പോഴും ആവശ്യമാണ്. ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ഡിസിഷൻ മേക്കിംഗ് ആണ്
അവൻ്റെ സക്സസ് തന്നെ. ഡിസിഷൻ എന്തോരം വൈകുന്നോ അത്രയും തന്നെ ആ സ്ഥാപനത്തിന് വളർച്ചയുടെ തോത് കുറവായിരിക്കും. ഇതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പാലത്തിൻ്റെ അടുത്തുള്ള ഞങ്ങളിവിടെ കാലടി പാലത്തിൻ്റെ അടുക്ക എപ്പോഴും ബ്ലോക്കാണ്. നമ്മൾ അതിനൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ എൻഡിൽ തന്നെ ഒരു ചെറിയൊരു കട്ടറയാണ്. ആ കട്ടറയിൽ ആദ്യത്തെ ഒരു വണ്ടി സ്ലോ ആവണമെന്ന് വിചാരിച്ചോ, വണ്ടികൾ കൂടുതലുള്ള സമയങ്ങളിലാണെങ്കിൽ ഒന്ന് സ്ലോ ആയിട്ടുണ്ട്. ആദ്യത്തെ വണ്ടി 1 മിനിറ്റ് സ്ലോ ആയാൽ രണ്ടാമത്തെ വണ്ടി 2 മിനിറ്റ് സ്ലോ ആവും, മൂന്നാമത്തെ വണ്ടി 4 മിനിറ്റ് സ്ലോ ആവും, അഞ്ചാമത്തെ വണ്ടി അത് 8-10 മിനിറ്റിലേക്ക് പോകണം. കുറേ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കുറേ പേര് കുത്തി കയറി വന്നിട്ട് മൊത്തത്തിൽ ബ്ലോക്കാവും. എയർപോർട്ടിലൊക്കെ എന്നൊക്കെ വരുന്ന ആളുകളൊക്കെ എത്രയോ ഫ്ലൈറ്റ് വരെ മിസ്സായി പോയിട്ടുണ്ട്. ഇവിടെ വലിയൊരു വിഷയമായിട്ട് ഇപ്പോൾ പുതിയ പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് തന്നെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയൊരു ഇതായിരുന്നു. ഞാനിപ്പം സാധാരണ നമ്മൾ ഓഫീസിനകത്ത് ഹയറാർക്കി വെക്കുമല്ലോ സാറേ, വിഷ്വലി 3 ടീം സ്ട്രാറ്റജി ടീം എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിലേക്ക് സംരംഭകനെ ഇടയ്ക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അല്ലേ? പിന്നെ അത് തീർച്ചയായിട്ടും വേണം. നമുക്ക് നമ്മുടെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ വെച്ചിരിക്കുന്നത്. ഇവരെയൊക്കെ വെച്ചിരിക്കുന്നതും നമ്മളും ഇത് ഇങ്ങനെ അറിയണ്ടെന്ന് അറിഞ്ഞാൽ അവരും ആക്റ്റീവ് ആയിക്കോളും, അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവ് ആയിക്കോളും. എന്ന് വെച്ചാൽ അവരുടെ പണി നമ്മൾ ഏറ്റെടുക്കരുത്. ചിലവർക്കൊരു പറ്റും ഈ GMൻ്റെയോ അല്ലെങ്കിൽ മാനേജറുടെയോ വർക്ക് നമ്മൾ ഏറ്റെടുക്കരുത്. വർക്ക് അവർ തന്നെ ചെയ്യണം. നമ്മളിത് കണ്ട് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കാണേണ്ടെന്ന് അവരെ അറിയിച്ചാൽ മതി, അവർ തന്നെ ആക്റ്റീവായി. ഇത് വലിയൊരു മെസ്സേജാണ് സാർ. കാരണം പലപ്പോഴും ചില ഈ ഞാൻ പറയുന്ന ഇൻഡ്യൂഷൻസ്, ഈ സാറ് ഒരു ഫാക്ടറിക്കകത്ത് പോകുമ്പോൾ അവിടെ വരാൻ പോകുന്ന സാധ്യതകളെ സാറിന് പറയാൻ പറ്റൂല്ലേ സാർ? ഒരു മിസ്റ്റേക്ക് കാണുമ്പോൾ അത് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതിന് സാറിൻ്റെ ഒരു നോട്ടം കൊണ്ട് മനസ്സിലാവുന്ന കാര്യം അത് സാറിൻ്റെ നോട്ടം തന്നെ വേണം അല്ലേ? നമ്മൾ ഇടയ്ക്ക് ഒരു ഒബ്സർവേഷൻ മാത്രമാണ് ചെയ്തിരുന്നത്. റൊട്ടീൻ അവരൊന്നും ചെയ്തോളുന്നത്. ഇത് വരുമ്പോൾ അവർ വിജിലൻ്റ് ആയിക്കോളുന്നു. പിന്നെ നമ്മളിത് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ പഴക്കവും അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇവർ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാണ്ടിരുന്നോളും.